ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേറെ ചിക്കനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു വലിയൊരു ചട്ടി വെച്ചിട്ട് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൽ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇട്ട് പൊട്ടിച്ച ശേഷം ഒരു പ്ലേറ്റ് ചെറുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിറയെ ചെറുള്ളി വേണം. സവാള എടുത്തിട്ടില്ല. ചെറുള്ളിയാണ് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ മാക്സിമം ചെറുള്ളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതും ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചതച്ചെടുത്താണ്, കല്ലിലിട്ട് ഇടിച്ചെടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചക്കുത്തകളൊക്കെ മാറി ഒന്ന് വഴണ്ട് വരണം. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത്രയും ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതേ നമ്മുടെ ഈ ഉള്ളിയും സംഭവമൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുമ്പേ മൂപ്പിച്ച് വെച്ച മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ ഓൾറെഡി മൂപ്പിച്ചതായതുകൊണ്ട് ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഓൾറെഡി നല്ല എരിവൊക്കെ ഉണ്ട്. ഇനി 2 മീഡിയം സൈസ് തക്കാളി. ഇത് നാടൻ തക്കാളിയാണ് കേട്ടോ. തക്കാളി ഓപ്ഷണലാണ്. ചിക്കൻ കറിക്കോ അല്ലെങ്കിൽ എന്ത് ഇറച്ചി വെച്ചാലും മീറ്റ് ഐറ്റം കറി വെച്ചാലും തക്കാളി ഇടണമെന്ന് ഞാൻ ഫോഴ്സ് ചെയ്യില്ല. കാരണം ഇടുവാണെങ്കിൽ തന്നെ നിങ്ങൾ പുളിയില്ലാതെ തക്കാളി ഇടാൻ നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പേസ്റ്റ് ആക്കി എടുക്കാൻ. പിന്നീട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഗ്രേവി പോലെ ആക്കി എടുക്കാം. പിന്നെ ഞാൻ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി വരണം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ ടൈമിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ട് എണ്ണയൊക്കെ തിളഞ്ഞ് നല്ല അടിപൊളി ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക, ചിക്കൻ നമ്മൾ കഴുകി വെച്ച് കുറച്ചല്ല മുമ്പ് കഴുകി വെച്ച് ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇതുവരെ എന്താ പറയുക, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഗ്രേവിയിൽ തന്നെ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് തൂക്കി കൊടുക്കണം. അപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ അതിലിറങ്ങി നല്ല അടിപൊളി ഒരു ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ആവശ്യമുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല അടിപൊളിയാക്കി ഇളക്കി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് വെറും വറുത്ത പെരിഞ്ജീരകമല്ല, പച്ച പെരിഞ്ജീരകം പൊടിച്ചത് ഞാൻ മണ്ടയിൽ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ചിക്കൻ കംപ്ലീറ്റ് വെന്തിട്ടൊന്നുമില്ല. എന്നാലും ഇടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് മാറ്റി ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ആയി വരുന്നേ ഉള്ളൂ. ഞാൻ വീണ്ടും അടച്ചു വെച്ച് വീണ്ടും തുറന്ന് നോക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇപ്പം ഏകദേശം നമ്മുടെ കറി ഏകദേശമായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കണം. നമ്മുടെ തേങ്ങ അരപ്പ് നന്നായിട്ട് വട്ടി പോലെ ഒരു തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ്. കാരണം ഒരുപാട് പേരുള്ളപ്പം നമുക്ക് ഇത്തിരി ഗ്രേവി ആയിട്ട് വെക്കണം കറി. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടി കഴിയുമ്പോൾ അത് ടേസ്റ്റും പോവും, അതിനൊരു ടെക്സ്ചർ തന്നെ മാറും. അതിന് നല്ലൊരു ഒരു ട്രിക്ക് എന്ന് പറയുന്നത് തേങ്ങയൊക്കെ അരച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ഗ്രേവിയും കിട്ടും, എക്സ്ട്രാ ഒരു ടേസ്റ്റും കിട്ടും. അപ്പം ഈ ഒരു ടിപ്പ് നല്ല അടിപൊളിയായിരുന്നു. കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറേ മാറും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് അങ്ങനെ വരുമെന്ന്. അപ്പോൾ കുറേ നേരത്തെ ഒരു ടൈമിന് ശേഷം നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ കൂടെ ആണെങ്കിലും നല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ പറ്റിയൊരു അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ബൈ.